നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ സേവ് ആയി കിടക്കും. നമ്മൾ ഇന്റർനെറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഫോണിൽ ഇതുപോലെ ടെമ്പററി ഫയലായിട്ട് സേവ് ആയി കിടക്കുന്നുണ്ടാവും. ഇതുകൊണ്ട് നമ്മുടെ ഫോൺ ഹാങ് ആവാനും മാത്രമല്ല നമ്മുടെ ഫോൺ വേറെ ആരെങ്കിലും എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വാങ്ങുവാണെങ്കിൽ അവർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് അവർ കാണാനുള്ള ചാൻസും കൂടുതലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫോണിൽ ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹാങ് ആവുന്നത് ഒഴിവാക്കാനും പറ്റും. നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്ത എന്തൊക്കെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കാണ്ടിരിക്കാനും പറ്റും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിൻ്റെ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഹിസ്റ്ററി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെ ഫോണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ അതിനകത്ത് ടെമ്പററി ഫയലായിട്ട് സേവായി കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ സേവായി കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോൺ ഹാങ് ആവാനും മാത്രമല്ല നമ്മുടെ ഫോൺ ഒരാൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങുവാണെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തെന്ന് അവർ കാണാനുള്ള ചാൻസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ഒഴിവാകാൻ വേണ്ടിയിട്ടും ഈ ഒരു റിസ്ക് ഒഴിവാകാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്നുള്ളൊരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ലാസ്റ്റ് അവർ എന്നായിരിക്കും അത് സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 1 മണിക്കൂറിൻ്റെ സംഭവം മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. ആൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ആവുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഡിലീറ്റ് ഡാറ്റ എന്നുള്ളൊരു സെറ്റിങ്സ് ഉണ്ടാകും. അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത സംഭവങ്ങളൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കി പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹാങ് ആവുന്നത് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ സെർച്ച് ചെയ്ത സംഭവങ്ങളൊക്കെ വേറെ ആൾ കാണാതിരിക്കാൻ വേണ്ടി ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ധാരാളം ആളുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമൻറ്റിലൂടെ ഒന്ന് പറയാം. താങ്ക് യു.